നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഓരോ ദിവസവും നേരായിട്ടുള്ള നീതിയുടെ പാതകളിൽ കർത്താവ് കരം പിടിച്ച് ആലോചന പറഞ്ഞു തന്ന് നമ്മെ ജയോത്സവമായി നടത്തുകയാണ്. നമ്മുടെ തല കുനിയപ്പെടും എന്ന് ചിന്തിക്കുന്ന സ്ഥാനങ്ങളിലെല്ലാം നമ്മുടെ തലയെ ഉയർത്തുന്ന സ്വർഗത്തിലെ ദൈവം എത്ര ശ്രേഷ്ഠകരമായ വഴികളിലൂടെയാണ് നമ്മെ നടത്തുന്നത്. ആ ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച തിരുവചനത്തിലേക്ക് കടക്കുകയാണ്. 2 തീമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 25-26 വാക്യങ്ങൾ. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്യുമോ എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ഇടയലേഖനങ്ങൾ എന്ന പേരിലാണ് തീമോഥെയോസിൻ്റെ ലേഖനങ്ങളും തീത്തോസിൻ്റെ ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് കാര്യങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സഭാശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികൾ അനുഷ്ഠിക്കേണ്ടതും അനുവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്തൃദാസന്മാർ പാലിക്കേണ്ടതായ കാര്യങ്ങൾ ഇവിടെ ഓർപ്പിക്കുന്നതായ കാര്യം എന്താണെന്നറിയാമോ? വിരോധികൾ എഴുന്നേറ്റ് വരും, വിരോധിക്കും. നേരിൻ്റെയും സത്യത്തിൻ്റെയും വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാൻ നിങ്ങൾ മനസ്സു വച്ചാലും എല്ലാവരും നിങ്ങൾക്ക് അനുകൂലമായി പട്ടുമെത്ത വിരിച്ചു തരും എന്ന് ബൈബിൾ പറയുന്നില്ല. അങ്ങനെയുള്ളവരെയും വിരോധിക്കും. കഴിയുമെങ്കിൽ തടയാനും ഒതുക്കാനും പിശാച് അക്ഷീണ പരിശ്രമം നടത്തും. അതിൻ്റെ കാരണം എന്താ? യേശുവിന് വിരോധികളുണ്ടായിരുന്നു. യേശു കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു. യേശു കർത്താവിന് മുൾക്കിരീടമാണ് ലോകം സമ്മാനിക്കുവാനായിട്ടിടയായത്. അപ്പോൾ ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്ന സേവിക്കുന്ന വ്യക്തികൾക്ക് എല്ലാവരും അനുകൂലമായിരിക്കത്തില്ല, എല്ലാവരും എൻകറേജ് ചെയ്യുന്നവരായിരിക്കത്തില്ല. വഴി തടയാൻ, വിരോധിക്കുവാൻ പിശാച് ചില വ്യക്തികളെ പിടിക്കും. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ? മാനസാന്തരം ആവശ്യമുള്ളതായ വ്യക്തികൾ അതാതിടങ്ങളിലുണ്ട്. അവരുടെ പ്രത്യേകത എന്താ? ഇന്നലകളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ ഇന്നുകളിൽ പിശാചിനാൽ അവർ പിടിപെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. പിശാചിൻ്റെ ആയുധങ്ങളായി തീരത്തക്ക നിലയിൽ പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് കുടുങ്ങി കിടക്കുന്നവരാണെന്നാണ് അവരെക്കുറിച്ച് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ചില ആളുകളോടുള്ള ബന്ധത്തിൽ ഇടപെടുമ്പോൾ ദൈവിക പരിജ്ഞാനം അവിടെ ആവശ്യമാണ്. അവരെ ഒഴിഞ്ഞു പോകണമെങ്കിൽ, അവരോട് ഇടപെടണമെങ്കിൽ, സഹകരിക്കണമെങ്കിൽ സഭയിൽ മാത്രമല്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടത്ത്, നിങ്ങളുടെ വീട്ടിൽ ഒക്കെ പിശാചിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പിശാച് തൻ്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുന്ന വ്യക്തികളെ നേരിടേണ്ടതായി വരും. അവരെല്ലായ്പ്പോഴും നിങ്ങളെ അംഗീകരിക്കത്തില്ല, നിങ്ങളെ ആദരിക്കണമെന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളതായ പൊരുത്തപ്പെടാൻ കഴിയാത്ത വ്യക്തികളുമായി ഇടപെടേണ്ടതായിട്ട് വരും. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ചില ആളുകൾ ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. കാരണം നിങ്ങളെ കാണുമ്പോഴൊക്കെ അവരുടെ ഉള്ളിലെ പിശാചിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും ചേർന്ന് നടക്കാൻ നമുക്ക് പറ്റത്തില്ല, എല്ലാവർക്കും വിധേയപ്പെടാൻ പറ്റില്ല, എല്ലാവരും പറയുന്നത് പോലെ പ്രവർത്തിക്കാനും കഴിയുകയില്ല. ദൈവം പറയുന്നത് പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും അനുസരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ചിലർ അവരോട് ചേർന്ന് നടക്കാതെ വരുമ്പോൾ വിരോധിക്കും. പ്രിയപ്പെട്ടവരെ, അതിന് പല കാരണങ്ങളുണ്ട്. അവരിലുള്ളതായ ദോഷ മനോഭാവങ്ങളാണ്. കായീൻ ഹാബേലിനെ പകച്ചു. കാരണം എന്താ? ഹാബേലിൻ്റെ കുഴപ്പമാണോ? അല്ല, കായീൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാണ്. അതുകൊണ്ടാണ് കായീനിൽ അസൂയ ഉണ്ടായത്. ചിലർ നിങ്ങളെ വിരോധിക്കാൻ കാരണം അവരിലുള്ള അസൂയയാണ്, അവരിലുള്ള പകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷ്മത ആവശ്യമാണ്.
സൗമ്യത ആവശ്യമാണ്. അവിടെ നമ്മൾ ദൈവിക ജ്ഞാനം ദൈവത്തോട് ചോദിക്കുവാനിടയാകണം. ദൈവമേ, ഈ പൊരുത്തപ്പെടാൻ കഴിയാത്ത, ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത, എൻ്റെ സ്വഭാവത്തിന് നേരെ ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യത്തിന് വിരുദ്ധമായ സ്വഭാവം കാഴ്ചവെക്കുന്ന ഈ വ്യക്തിയോട് സൗമ്യതയോടെ ഇടപെടാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മളവിടെ പരാജയപ്പെട്ടു പോകും. കാരണം അവർ സ്വയമല്ല, അവരിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അസൂയയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, പകയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഒക്കെ നടുവിൽ മറിച്ചിടാൻ ശ്രമിച്ചവരുടെ നടുവിലൂടെ കർത്താവ് നടന്നതുപോലെ നിങ്ങളുടെ ഗുണമല്ല, നിങ്ങളുടെ തിന്മയും ഭോഷത്വവും ആരോപിക്കാൻ, നിങ്ങളിലൊരു പിഴവുണ്ടായിട്ട് അതിനെ ഇങ്ങനെ പൊക്കിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ നടുവിൽ ദൈവം നിങ്ങളെ നടത്തും. ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു സന്ദേശം കൈമാറാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ശരശയ്യയിലൂടെ പോകുന്നവർ, കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ പോകുന്നത് പോലെ മാനസികമായ സമ്മർദ്ദത്തിൽ നിങ്ങളെ പെടുത്താൻ പിശാച് തൻ്റെ ഇഷ്ടം നിറവേറ്റാൻ പിടിച്ചിരിക്കുന്ന ഒന്നിലധികം വ്യക്തികൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങളതിനൊന്നും മറുപടി പറയാതെ, ശ്രദ്ധിക്കാതെ, ദൈവശബ്ദം കേട്ട ദൈവം തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കൂ. സംഭവിക്കുന്ന കാര്യം എന്താ? യഹൂദന്മാരല്ലാതിരിക്കുക യഹൂദന്മാരെന്ന് കളവായി പറയുന്നവരെ പറയുന്നത് യഹൂദന്മാരെന്ന്, പറയുന്നത് ദൈവമക്കളെന്ന്. പക്ഷേ കർത്താവ് പറയുകയാണ്, അവർ യഹൂദന്മാരല്ല, അവരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിൻ്റെ പാദപീഠത്തിൽ വന്ന് നിന്നെ നമസ്കരിക്കും. കാരണം എന്താ? ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അവർക്ക് ബോധ്യമാകുന്ന സമയമുണ്ട്. ഇന്ന് വൈഷമ്യം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുന്നു, തളരരുത്, പിടിച്ചു നിൽക്കണം, ദൈവകൃപ പ്രാപിക്കണം, സൗമ്യത പ്രാപിക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.